നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു, ഇന്ധനമില്ലാത്ത ജനറേറ്റർ എന്ന് പറഞ്ഞ്. അതായത് കോട്ടയത്തുള്ളൊരു ചേട്ടൻ്റെ ഒരു വീഡിയോ, മറുനാടൻ മലയാളിക്ക് അത് വന്ന ആ ഒരു വാർത്ത, അത് തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട്, അതായത് പെട്രോളോ ഡീസലോ ഒരു ഇന്ധനവും ഇൻപുട്ടായിട്ട് കൊടുക്കാതെ കൊണ്ട് നമുക്ക് ഫ്രീ എനർജി ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ഉപകരണമാണ് അതിനകത്ത് മറുനാടൻ മലയാളി പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഒരു കാരണവശാലും അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തത്. അപ്പം ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൽ പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെറി വിളിച്ചൊരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ആ വീഡിയോനെ. അപ്പോൾ ആ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു 70% ആൾക്കാർ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നപ്പോൾ ബാക്കി 30% ആൾക്കാർ എന്നെ ശരിക്കും ചീത്തവിളി ചെയ്തു. വളരെ നല്ല രീതിയിൽ തന്നെ ചീത്തവിളി കേട്ട ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ യൂട്യൂബിൽ വന്ന കമൻറ്റുകൾ മോശമായിട്ട് വന്ന ഏകദേശം എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ എന്നെ വാട്സപ്പിൽ കൂടെ കണ്ടമാനം ആളുകളുടെ വോയിസ് ആയിട്ടൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് എനിക്ക് വാട്സപ്പിനകത്ത് വോയിസ് ഇട്ടുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള തെറിവിളികൾ ഇഷ്ടംപോലെ വന്നു. 100 കണക്കിന് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തപ്പം 100 കണക്കിന് ആൾക്കാർ എന്നെ ഇതേപോലെ തന്നെ തെറി വിളിക്കാനായിട്ടും മുന്നോട്ട് വന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാനായിട്ട് ആണ് ഇന്ന് ഞാൻ ഇരുന്നത്. പക്ഷേ ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം ഈ തെറിവിളി കണ്ടമാനം വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്നെ തെറി വിളിച്ചവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സംഭവം, ഒരു ഫ്രീ എനർജി ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞൻ ജനറേറ്റർ ഒക്കെ ഞാനിവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വർക്ക് ചെയ്യിപ്പിച്ച് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട്. അപ്പോൾ വാട്സാപ്പിൽ പ്രതികരിച്ച ഒരു വ്യക്തിയുടെ ഒരു പ്രതികരണം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ചേട്ടന് അറിവില്ലായ്മ കൊണ്ട് യൂട്യൂബ് ചെയ്യുന്ന ഒരാളല്ലേ? സോളാർ, കരിങ്കുന്നം സോളാർ അറിവില്ലായ്മയാ. ഒരാളൊരു സാധനം കണ്ടുപിടിച്ച അതിനെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങളുടെ സോളാറിന്റെ പരിപാടി കച്ചവടം പോകില്ല. അയാള് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങളുടെ സോളാർ അവിടെ ഇരിക്കത്തില്ല. ആളുകൾ ഇതല്ലേ മേടിക്കത്തുള്ളൂ. മൂളത്തരം പറയാ. മിസ്റ്റർ കരിങ്കുന്നം, നിങ്ങള് എന്നാ മറുപടി തരാഞ്ഞ്? അതുപോലെ ഇപ്പൊ TV-യിൽ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് കണ്ടു, ഗവൺമെന്റിന്റെ KSEBിയുടെ സോളാർ മണ്ടേ കയറ്റി വെച്ചവര് ഇപ്പൊ തലയെ വെച്ചുകൊണ്ട് നടക്കുക നഷ്ടത്തില്. അന്നേരം ഒരുത്തനൊരു സാധനം കണ്ടുപിടിച്ച നിങ്ങള് അത് പാർശ്വഫലം എന്നാ പാർശ്വഫലം? ഈ ഡൈനാമോ ഇറങ്ങുമ്പോ എന്നാ വരുന്നേ ഒന്ന് പറഞ്ഞേ. 150 AH ബാറ്ററി അകത്ത് വെച്ചിരിക്കുന്നു. ഊളത്തരം പറയുന്നതിനാണ്. 48 വോൾട്ട് DC മോട്ടർ കറങ്ങാൻ 150 AH ആംബിയർ വേണമെന്ന് ഏത് പൊട്ടൻ നിങ്ങളെ ആരെ പഠിപ്പിച്ചു ഇതൊക്കെ? 24 വോൾട്ട് ബാറ്ററി അല്ലെങ്കിൽ 4 ബാറ്ററി, 48 വോൾട്ട് ബാറ്ററി ആണെങ്കിലും മതി. ചെറുത് 700 രൂപയുടെ 2 ബാറ്ററി വെച്ചാൽ മതി. ആംബോ യോശുവയുടെ 2 ബാറ്ററി വെച്ചാൽ മതി. ഊളത്തരേ പറയത്തുള്ളൂ. റിപ്ലൈ താ, എന്നിട്ട് നാട്ടിൽ വരുമ്പോൾ എനിക്ക് അങ്ങോട്ട് വരണം. നാട്ടിൽ വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ ഇതാണ് ആൾക്കാർ, ഇങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ നടന്ന് കാണിച്ച് കേൾപ്പിച്ചെന്നുള്ളൂ. ഇഷ്ടംപോലെ ഉണ്ട്, ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഈ പുള്ളിക്ക് ഞാനൊരു മറുപടി കൊടുത്തു. നാട്ടിൽ വരുമ്പം പുള്ളിയോട് അത് കൂട്ടൊരു ഫ്രീ ജനറേറ്ററും കൂടെ മേടിച്ചുകൊണ്ട് വരാം, നമുക്കൊന്ന് ചെക്കിങ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പുള്ളിയോട്. അപ്പം ഏതായാലും ഇതേപോലെയുള്ള മെസ്സേജുകൾ എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്നെ ഈ തെറി വിളിച്ച ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആയതുകൊണ്ട് മറ്റുള്ളവർ എന്നെ സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. തെറി വിളിച്ചവർക്ക് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലായിട്ട് ഞാനിത് അവതരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതായത് ഞാൻ ഉണ്ടാക്കിയ ഉപകരണം ഉണ്ടല്ലോ, ചെറിയൊരു ഫ്രീ എനർജി ജനറേറ്റർ, ഒരു റൂമിലേക്ക് വയ്ക്കാൻ പാകത്തിന് കുഞ്ഞ് തുറന്ന് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ അത് വർക്ക് ചെയ്യിപ്പിച്ച് ആദ്യമേ നമുക്കൊന്ന് കാണാം. അപ്പോൾ കണ്ടോ, ഒരു കുഞ്ഞൻ ഫ്രീ എനർജി ജനറേറ്റർ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു ഡൈനാമയാണ് ഇതിനകത്ത് വരുന്നത്. ഇതൊരു മോട്ടറാണ്. അപ്പോൾ ഒരു മോട്ടോറും ഡൈനാമയും. അപ്പോൾ ഈ മോട്ടറിൽ നിന്നും ഈ ഡൈനാമയിലേക്ക് നേരെ എൻ്റെ ബാക്കിലൊരു വയർ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ ഉണ്ടോ കറക്റ്റായിട്ട് ഡൈനാമയിൽ നിന്നും മോട്ടറിലേക്ക് കൊടുത്തിരിക്കുകയാണ് ബാക്ക് സൈഡിൽ കേട്ടോ. മോട്ടറും ഡൈനാമ ഇതിൽ തടിക്കട്ടയിൽ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് പശയിട്ടിരിക്കുകയാണ്, ഇതൊരു പശയാണ്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങേ സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇതിൽ നമുക്കൊരു 2 പുള്ളി ഇട്ടിട്ടുണ്ട്. ഇതിന് വേറെ ഗിയർ ബോക്സോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്ന് ഇങ്ങോട്ട് നമ്മളൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ. ഇങ്ങനെ ഇതിൽ നിന്നും ഡൈനാമയിൽ നിന്നും മോട്ടറും ഡൈനാമയും തമ്മിൽ നമ്മളൊരു ബെൽറ്റ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ മോട്ടർ കറങ്ങുമ്പം ഡൈനാമ തിരിയും. അപ്പോൾ മോട്ടറിൽ നിന്നും
ഡൈനാമയെ തിരിച്ചിട്ട് ഡൈനാമയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഈ കറണ്ടിനെ നമ്മൾ തിരിച്ച് ബാക്ക് സൈഡിൽ മോട്ടോറിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇത് സ്റ്റാർട്ട് ആവണമെങ്കിൽ നമ്മളിത് ഒന്നെങ്കിൽ ഹൈ സ്പീഡിൽ ഒന്ന് കറക്കി കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഇൻപുട്ട് അത് കറക്കി കൊടുക്കാനായിട്ട് നമുക്ക് കൈകൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു ബാറ്ററി പുറമേ നിന്ന് കൊടുത്തിട്ട് അത് കറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ 2 വയർ ഇതിൽ നിന്ന് തന്നെ കൊടുത്തിരിക്കുക. അപ്പം ഇതിൽ തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ട് ഇതുണ്ട്, ഒരു LED ബൾബുണ്ട്. ഈ LED ഔട്ട്പുട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഇതിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനകത്ത് വേറെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. വേറെ ഒരു സംഭവങ്ങളും നമുക്കിതിനകത്ത് ചെയ്തിട്ടില്ല. ഇതുണ്ട്, ഇത്രയേ ഉള്ളൂ സംഭവം. മൊത്തം കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ സംഗതി. വേറെ ഒരു സംഭവങ്ങളും ഇതിനകത്തില്ല. ഇതാണ് ഇതിൻ്റെ അടിഭാഗം. ഒരു തടിക്കഷ്ണത്താൽ ഞാനിതെല്ലാം കൂടെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പം ഇതിനടിയിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല, വേറെ വയറുകളോ കണക്ഷനോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. തടിക്കഷ്ണത്തെ വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിനൊരു കൂളിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടോ, എല്ലാത്തിനും ഹീറ്റ് വരുമല്ലോ. അപ്പോൾ കൂളിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ നമുക്കിത് നമുക്കത് അറിയാനൊക്കെ ആയിട്ട് ഒരു ഫാൻ ഇതിലിടാം. നമുക്ക് ഒരു ചെറിയൊരു ലീഫ് ഇടാം. ഓക്കെ, ആ ലീഫും കൂടി അതിനിട്ട് കൊടുത്തു. കൂളിങ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ്. ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതുണ്ട്, ഇതിലേക്ക് നമ്മൾ ഒരു സപ്ലൈ, അതായത് ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നമ്മളൊരു സപ്ലൈ കൊടുത്തിട്ട് അതിനുവേണ്ടി ഒരു ബാറ്ററി നമ്മളിവിടെ എടുത്തേണ്ടതുണ്ടോ, ഒരു ബാറ്ററി. ഈ ബാറ്ററിയിൽ നിന്നും വേറെ ഒന്നുമില്ല, ഒരു ബാറ്ററിയിൽ 2 വയർ പിടിപ്പിച്ചിരിക്കുന്ന നമ്മളിത് ആദ്യമേ ഇതിലേക്ക് കൊടുത്തുകൊണ്ട് ഇതിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പോസിറ്റീവ് കൊടുത്തു, പോസിറ്റീവ് അല്ലോട്ടെ നെഗറ്റീവ് കൊടുത്തു. ഇനി നമ്മൾ ഈ പോസിറ്റീവ് കൊടുക്കുമ്പോഴത്തേക്കും ഈ ജനറേറ്റർ ഇത് സ്റ്റാർട്ടാവും. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കിയോ, കാണാൻ കണ്ടോ, അത് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അത് ഫാൻ കറങ്ങാൻ തുടങ്ങി, ഇതിൻ്റെ ലീഫ് കറങ്ങി അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പീഡായി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഇതിനി നമ്മളങ്ങ് വിടിയിപ്പിച്ച് മാറ്റുകയാണ് ഇതെന്ന്. ഇപ്പോൾ നമ്മൾ ബാറ്ററി വിടിയിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതുണ്ടോ, LED ബൾബ് ഒരെണ്ണം എടുക്കുന്നു. ഇപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് അതിൽ നിന്നും എനർജി ലഭിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് നമ്മളൊരു LED ബൾബിലേക്ക് കൊടുക്കുകയാണ്. ഉണ്ടോ, ഇതിപ്പം ഇതിൽ നിന്നും ഉണ്ടോ വേറെ ചടിപ്പോയി സാരി, ഇതിപ്പം അതിൽ നിന്നും വരുന്ന എനർജി കൊണ്ടാണ് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇത്രയും സംഭവം ഇതിനകത്ത് ഉള്ളൂ. ഓക്കെ, ഇത് മുറുക്കി കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ ഫ്രീ എനർജി ഇതുണ്ട്, വേറെ ഒരു സംഭവങ്ങളും ഇല്ല ഇതിലിങ്ങനെ. ഇതുണ്ട്, ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. കണ്ടോ, മോട്ടോറിൽ നിന്നും ലീഫ് വഴി വന്നിട്ട് മോട്ടോറിൽ നിന്നും പുള്ളി വഴി ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. അടുപ്പിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ബൾബ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതാണ് ബാക്കി ബാലൻസ് വരുന്ന, ഇതിൽ നിന്നും ബാലൻസ് വരുന്നതിന് നമ്മളിങ്ങനെ ഇതുണ്ട്, ഇതെടുത്തിരിക്കുകയാണ്. വേറെ യാതൊരുവിധ സംവിധാനങ്ങളും കറണ്ട് പുറത്തുനിന്ന് കൊടുക്കാകട്ടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് തന്നെ നമുക്ക് ഇതിങ്ങനെ ഈസി ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു റൂമിലേക്കുള്ള ആവശ്യമുള്ളത് നമുക്കിതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രീ എനർജി ജനറേറ്റർ എന്ന് പറയുന്ന സംഭവം ശരിക്കും. അപ്പോൾ നമുക്ക് നിർത്തിയേക്കാം. ഓക്കെ, അപ്പോൾ ഇനി കണ്ടല്ലോ നിങ്ങളിതിൻ്റെ പ്രവർത്തനമൊക്കെ എന്നാന്നുള്ളത്. അപ്പോൾ ഇതുണ്ട്, ഇത് തമ്മിലിങ്ങനെ പുള്ളി ഇട്ടു, ഞാൻ കൊടുത്തു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ പശയിട്ട് ഒട്ടിച്ചേക്ക് ഇതൊന്ന് പൊളിക്കാൻ പറ്റുമെന്ന് കേട്ടോ. നല്ല ബലത്തിലാണ് ഇരിക്കുന്നത്, പൊളിഞ്ഞു പോരില്ല. പൊളിഞ്ഞു, ഇത് പൊളിഞ്ഞു പോന്നു. വേറെ ഇതുകൊണ്ട് പൊളിക്കാം. എന്നിട്ട് ഞാൻ കാര്യം കാണിച്ചു തരാം നിങ്ങൾ. ഇത് 2 എണ്ണം ഞാനിപ്പോൾ ഇതൊന്ന് പറിച്ചെടുത്ത് കേട്ടോ. 2 ഞാൻ ഇതിപ്പോൾ ഒരു വെറും തടിക്കട്ട മാത്രമാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റിക്കളയാം. ഇനി നമുക്ക് ഇതിൽ ലീഫ് ഇടാം.
ഏതായാലും ഇപ്പോൾ ലീഫ് ഇട്ടു, മോളി വയ്ക്കാം. ഓക്കെ, ഇത് നോക്കിക്കോട്ടോ. ഇതുണ്ട്, ഇപ്പോൾ ഇത് തമ്മിലിങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണല്ലോ. ഓക്കെ, ഇതിൻ്റെ സപ്ലൈ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഇത് ഡൈനാമിക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അത് മോട്ടറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിലിങ്ങനെ അനക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ, കൊടുത്തിരിക്കുന്നുണ്ട്, നോക്കിക്കോണേ. ഇതുണ്ടോ, ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് കറക്കുമ്പോൾ അവൻ കറങ്ങും, കണ്ടോ. ഇതാണ് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു തത്വം. കാണാൻ പറ്റുമോ? ശരിക്കും കാണിച്ചു തരാം. ഞാൻ ഇനി ഉടായ്പാന്ന് പറയരുത് കേട്ടോ, ഉടായ്പാന്ന് പറയരുത്. അതുകൊണ്ട് ഞാൻ ശരിക്കും കാണിച്ച് തരുന്നത്. സമയം പോയാലും കുഴപ്പമില്ല. നോക്കൂ, ഇതുണ്ട്, ഇതിൻ്റെ ഈ ചക്രവും അതുമായിട്ട് നമ്മൾ ബെൽറ്റ് മാറ്റിക്കളഞ്ഞു. ഇത് കൈകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്താൽ കണ്ടോ, ഇത് തിരിക്കുമ്പം അത് തിരിയും. ഇത് നല്ല സ്പീഡിൽ തിരിച്ചാൽ അതിങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് തിരിച്ചാൽ ഉണ്ടോ. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ കൊടുക്കുന്ന ആ ഒരു തിരിക്കുമ്പം കൊടുക്കുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, അതിലൊരല്പം കുറവായിരിക്കും അപ്പുറത്ത്. മനസ്സിലായോ? ഇവിടെ കൊടുക്കുന്നതൊക്കെ കഴിഞ്ഞാൽ അല്പം കുറവ് അപ്പുറത്തായതുകൊണ്ട് ഇത് സത്യത്തിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ കൊടുക്കുന്ന എനർജിനെ കഴിഞ്ഞും കുറഞ്ഞ എനർജി മാത്രമേ ഔട്ട്പുട്ടിൽ വരൂ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കണ്ടോ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന എനർജിയും ഔട്ട്പുട്ടിൽ വരുന്ന തമ്മിൽ ചെറിയൊരു വ്യത്യാസം ശ്രദ്ധിച്ചാൽ നമുക്കത് അറിയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പം കണ്ടല്ലോ, ഫ്രീ എനർജി ഞാൻ ഇപ്പോൾ ഇത് മറുനാടനോട് പറയുവാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് അവരിത് എടുത്ത് ചാനലിനകത്തിടും. ഇത്രയും കേസേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും വേറൊരു വീഡിയോ ചെയ്യാനായിട്ടിരുന്നതാണ്. പക്ഷേങ്കിൽ ഇതുപോലെ വീണ്ടും ആ വീഡിയോയ്ക്കകത്ത് കമൻ്റ് ഇടുന്നു. അപ്പോൾ ഒരു 30% ആൾക്കാർ എനിക്കെതിരായിട്ട് വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനകത്തുള്ളത്. പക്ഷേ ഇത്രയെല്ലാം സയൻസൊക്കെ വളർന്നിട്ടും ഈ കാലഘട്ടത്തിലും ഇതുപോലെ ശക്തമായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനോ നോക്കാനോ ഒന്നും പോകാതെ എന്നെ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും വേണ്ടി വാട്സാപ്പിനകത്ത് സമയം കണ്ടെത്തുന്ന ആൾക്കാർ ഇത്രമാത്രം എണ്ണം ഉണ്ടെന്ന് കണ്ടത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതായത് അദ്ദേഹത്തിനെ പോയി കണ്ട് ഇൻ്റർവ്യൂ എടുത്തതിന് ശേഷം മാത്രം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ എന്നാണ് പലരും പറയുന്നത്. അവരോട് എനിക്ക് പറയാനുള്ള കാര്യം, ഒരാൾ പറയുകയാണ് നമ്മുടെ ഭൂമി ഒരു മെഷീൻ ഉപയോഗിച്ച് നമുക്ക് തിരിച്ച് കറക്കാനായിട്ട് പറ്റും, അങ്ങനെ ഒരു ഉപകരണം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിനെ പോയി ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിനെപ്പറ്റി വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു കുഞ്ഞ് സാധനം ഉണ്ടല്ലോ, ആ ഒരു കുഞ്ഞ് മോട്ടോർ വെച്ചിട്ടുള്ള ആ ഒരു LED ബൾബ് കളിക്കുന്ന ഒരു സാധനം, ഈ ഒരു സംഭവം നമ്മൾ മറുനാടൻ മലയാളി പോലെയുള്ള ഒരു ചാനലിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനും ഒരു പക്ഷേ വന്നിട്ട് ഒരു കുഞ്ഞൻ സാധനം കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് ഒരു റൂമിൽ വെക്കാം, വേറെ എനർജി ഒന്നുമില്ലാതെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ ചിലപ്പം ഒരു പക്ഷേ അതും വീഡിയോ ഇടാനായിട്ട് അവർ തയ്യാറായെന്ന് വരും. അതാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു സാഹചര്യം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത് ഈ 30% വരുന്ന എന്നെ തെറി പറഞ്ഞ ആൾക്കാരിൽ കുറച്ച് പേരെ കൂടി എങ്കിലും നമുക്ക് നേരായിട്ടുള്ള ഒരു മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു ശ്രമം എന്നുള്ള രീതിയിൽ മാത്രമാണ്. ശരിക്കും നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റിന് അല്ല സിനിമ കാണാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. ആവശ്യത്തിലധികം നമുക്കുള്ള തമാശകൾ ശരിക്കും ഇവരിടുന്ന ഈ കമൻറ്റിനകത്തുണ്ട്. ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ച ഈ ചെറിയ കുഞ്ഞൻ സാധനം ഉണ്ടല്ലോ, ഇത് വേണമെന്നും പറഞ്ഞ് എന്നെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളും നിരവധി ചിലപ്പോൾ കാണാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഈ കഴിഞ്ഞ ദിവസം ഒരാളെന്നെ തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, ആ ഗ്രീൻ കളറിലുള്ള ജനറേറ്റർ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരെണ്ണം ഉണ്ടാക്കി തരാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ കാര്യമായിട്ട് തന്നെയാണ് അവർ എന്നോട് ചോദിക്കുന്നത്. അപ്പം ഇതിൻ്റെ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ അവരത് ബുക്ക് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. വീഡിയോ ഒന്നും കാണുന്നില്ല, വീഡിയോയിൽ എന്താണ് പറഞ്ഞതെന്ന് ഒന്നും അവർ ശ്രദ്ധിക്കാതെ കൊണ്ട് ഈ തമ്പനയിൽ നോക്കി ഫോൺ നമ്പർ എങ്ങനെയോ അവരുടെ കിട്ടി അവരെന്നെ കോൺടാക്ട് ചെയ്തിട്ട് ഈ ജനറേറ്റർ, അതായത് ഇതിനിപ്പോൾ പെട്രോളും ഡീസലും ഒന്നും വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ജനറേറ്റർ ആണെന്നാണ് ഇവർ കരുതിയത് ഈ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ. എന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ് അത്തരം ഒരെണ്ണം അവർക്ക് വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിലെ സാഹചര്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ച ഈ ചെറിയ കുഞ്ഞൻ ആ ഒരു ചെറിയ ഉപകരണം അത് വർക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ, അതായത് എന്നെ തെറി വിളിച്ച ആളുകളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ആ സാധനം വർക്ക് ചെയ്യിപ്പിച്ച് ഞാൻ കാണിച്ചത് അത് പക്കാ അതുപോലെ വർക്ക് ചെയ്യും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപകാരപ്രദമാകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെയുള്ള ഫ്രീ എനർജി ഒരു കാരണവശാലും ലോകത്ത് ഒരിടത്തും ആരും ഇന്നേ വരെ ഉണ്ടാക്കുകയോ പ്രവർത്തിപ്പിക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാക്കാനായിട്ട് സാധിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് ഒരു കാരണവശാലും നഷ്ടം വരത്തില്ല. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദവും വിജ്ഞാനപ്രദവുമായിട്ടുള്ള മറ്റൊരു പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.